ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് 104/2024 ചോദിച്ച ഒരു മുൻവർഷ ചോദ്യപേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. 1, 2, 4 ശരിയാണ്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടന 4-ാം അധ്യായത്തിലാണ്. മൗലിക അവകാശങ്ങൾ 6 എണ്ണമാണുള്ളത്. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ 4-ാം അധ്യായത്തെ മൗലിക അവകാശങ്ങൾ 6 എണ്ണം. ലിഖിത ഭരണഘടനയാണ് ഇന്ത്യയുടേത്. ഭരണഘടനയുടെ ഹൃദയ ആത്മാവ് എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച താഴെ പറയുന്ന ഏത് അവകാശത്തെയാണ്? ആൻസർ എന്ന് പറയുന്നത് ഭരണഘടനാപരമായി പരിഹാരം കാണാനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചത് എന്നാണ് 1949 നവംബർ 26-ന്. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ആരാണ്? മഹാത്മാഗാന്ധി. ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് ഏത് വർഷം? ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്തത് 1951-ലാണ്. ഇന്ത്യയുടെ 1-ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. ആൻസർ 1 മാത്രം. ഡൽഹി കലാപം നയിച്ചത് ബഹദൂർ ഷാ രണ്ടാമൻ ആണ്. സാരേ ജഹാംസെ അച്ഛ എന്ന ഗാനം രചിച്ചത് മുഹമ്മദ് ഇക്ബാൽ. ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ്? 4 ആണ്. അപ്പം ബാക്കി 3ഉം ശരിയാണ്. ഗാന്ധിജി 2-ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധിജി 5 തവണ കേരളത്തിൽ വന്നിട്ടുണ്ട്. മഹാത്മാ എന്ന് ഗാന്ധിജിയെ ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ്? ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായിട്ടുള്ള പ്രസ്താവന 1ഉം 3ഉമാണ്. സാരാനാഥിലെ അശോകൻ സ്തംഭത്തിൽ നിന്നെടുത്തതാണ് ദേശീയ മുദ്ര. 1947-ലാണ് ഇന്നത്തെ ത്രിവർണ പതാക സ്വീകരിച്ചത്. കുണ്ടറ വിളംബരം നടത്തിയത് ആരാണ്? കുണ്ടറ വിളംബരം നടന്നത് 1809 ജാനുവരി 11-നാണ്. 1809 ജാനുവരി 11-ന്. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായിട്ടുള്ള പ്രസ്താവന 1ഉം 3ഉമാണ്. മലബാർ കലാപം നടന്നത് 1921-ലാണ്. മലബാർ കലാപത്തിന് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു. പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് ആരാണ്? ആൻസർ ഗൗരി പാർവതി ബായി ആണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ആണ് ആറ്റിങ്ങൽ കലാപം. പഴശ്ശിരാജ വീരചരമം പ്രാപിച്ചത് എന്നാണ്? 1805 നവംബർ 30-ന്. മാനവ വികസന സൂചികയുടെ പട്ടികയിൽ മുൻപിൽ നിൽക്കുന്ന രാജ്യം ഏതാണ്? സ്വിറ്റ്സർലൻഡ്. കേരളത്തിൽ ഇപ്പോഴത്തെ സാക്ഷരതാ നിരക്ക് എത്ര ശതമാനമാണ്? 94%. സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം ഇന്ത്യ കൈക്കൊണ്ട രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയൻ ആണ്. ഫക്രാനഗർ ഡാം ഏത് നദിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്? ഏത് നദിയിലാണ്? സത്ലജ്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഹോമി ജഹാംഗീർ ഭാഭ. ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ത്യൻ കലകൾ പ്രചരിപ്പിക്കുന്നതിന് ആരംഭിച്ച ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. താഴെ പറയുന്നവരെ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രി? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ മന്ത്രിയാണ് ജോൺ മത്തായി. ദേശീയ ഊർജ സംരക്ഷണ ദിനമാണ്. ആൻസർ എന്ന് പറയുന്നത് ആൻസർ എ ആണ്. ഡിസംബർ 14-നാണ് ഊർജ സംരക്ഷണ ദിനം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ISROയുടെ ചന്ദ്രയാൻ 3 ദൗത്യവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായിട്ടുള്ള പ്രസ്താവന എല്ലാം ശരിയാണ്. 2023 ജൂലൈ 14-ന് സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു. 2021 ഓഗസ്റ്റ് 5-ന് ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിപ്പിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിന് സമീപം ലാൻഡ് ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇടനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചത്. ആൻസർ എന്ന് പറയുന്നത് ബി ആണ്. 2ഉം 3ഉം ശരിയല്ല. അപ്പോൾ ശരിയായിട്ടുള്ളത് 1ഉം 4ഉമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദീതടങ്ങളും ചേർന്നതാണ്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് 7.5 മുതൽ 75 മീറ്റർ വരെ ഉയരമാണ് ഇടനാടിന്. ഇടനാട് ചെറിയ കുന്നുകളും താഴ്വരകളും നദികളും ചേർന്നതാണ്.
കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകിയിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയല്ലാത്തത് ബി ആണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് തുഷാരഗിരി കോഴിക്കോട്, ചീയപ്പാറ ഇടുക്കി, പാലരുവി കൊല്ലം. ഇത് മൂന്നും ശരിയാണ്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ എല്ലാം ശരിയാണ്. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984 മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരം. ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം കയറ്റുമതി ചെയ്യപ്പെടുന്ന കേരളത്തിലെ അലങ്കാര മത്സ്യമാണ് മിസ് കേരള. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായിട്ടുള്ള പ്രസ്താവന 1ഉം 2ഉം ആണ്. കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതമാണ് ആറളം. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിൽ പൂമ്പാറ്റകളുടെ ദേശാടനം ആദ്യമായി നിരീക്ഷിക്കപ്പെട്ട വന്യജീവി സങ്കേതം ആറളമാണ്. സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ആറളം. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? സി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ശരിയായിട്ടുള്ളത് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഇടുക്കി ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. ഇത് രണ്ടും ശരിയാണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി എന്ന് പറയുന്നത് 1ഉം 2ഉമാണ്. കബനിയും പാമ്പാറുമാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളുടെ ശരിയായ ജോഡി കബനി പാമ്പാർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വികേന്ദ്രീകൃത ആസൂത്രണ സംവിധാനത്തെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്നവ ഏതാണ്? ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ധർമ്മം ചുവടെ പറയുന്ന ഏതാണ്? പദ്ധതികൾ വിലയിരുത്തി മുൻഗണനാ ക്രമത്തിൽ ജില്ലാ തലത്തിൽ സമർപ്പിക്കുക എന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട. താഴെ പറയുന്ന കടത്തീരമില്ലാത്ത ജില്ല ഏതാണ്? കോട്ടയമാണ് കടത്തീരമില്ലാത്ത ജില്ല എന്ന് പറയുന്നത്. അപ്പോൾ കടത്തീരമുള്ളത് തൃശ്ശൂർ, കൊല്ലം, കണ്ണൂർ കടത്തീരമുള്ളവയാണ്. കക്കാട് ജലവൈദ്യുത പദ്ധതി ഏത് ജില്ലയിലാണ്? പത്തനംതിട്ട ജില്ലയിലാണ് കക്കാട് ജലവൈദ്യുത പദ്ധതി. ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവന ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തത് 2ഉം 3ഉം ആണ്. ശരിയായിട്ടുള്ളത് 1ഉം 4ഉം. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിലാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം. ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഹിമാലയൻ നദികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ബി ആണ് ശരിയല്ലാത്തത്. 3ഉം 4ഉമാണ്. ശരിയായിട്ടുള്ളത് 1ഉം 2ഉമാണ്. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം, അപരദന തീവ്രത കൂടുതലാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, താഴെ പറയുന്ന ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖം. ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് നവശേവയും കാണ്ഡലയാണ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് നവശേവ കാണ്ഡല. താഴെ പറയുന്ന ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകളാണ്. ബി ആണ് ആൻസർ. 1ഉം 3ഉമാണ്. കാരക്കോറവും സസ്കറുമാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ. കാരക്കോറം, സസ്കർ. ഇന്ത്യയെ ഏത് നദിയുടെ പോഷക നദിയാണ് കബനി? കബനി ഏത് നദിയുടെ പോഷക നദിയാണ്? കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി. 2024 T20 ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ മത്സരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ 1ഉം 3ഉമാണ്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയുമാണ്. 2023 വയലാർ അവാർഡ് നേടിയ വ്യക്തി ആരാണ്? ശ്രീകുമാരൻ തമ്പി. 18 ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ആരാണ്? രാഹുൽ ഗാന്ധി. 2024 G20 ഉച്ചകോടിക്ക് വേദിയാകുന്ന രാജ്യം ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ബ്രസീൽ. താഴെ പറയുന്ന ഏതൊക്കെ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനമാണ് രാജ്യത്തിൻ്റെ ദേശീയ വരുമാനമായി കണക്കാക്കുന്നത്? കാർഷിക മേഖലയിൽ നിന്നും, വ്യവസായ മേഖലയിൽ നിന്നും, സേവന മേഖലയിൽ നിന്നുള്ള വരുമാനം. ഡി ആണ് ആൻസർ. കഥകളിയിലെ വേഷങ്ങൾ താഴെ പറയുന്ന കഥകളിയിലെ വേഷങ്ങൾ ഏതൊക്കെയാണ്? കത്തി, കരി, താടി, പച്ച, മിനുക്ക്. കളിക്കാരുടെ എണ്ണം 11 ആയി നിശ്ചയിച്ചിരിക്കുന്നത് താഴെ പറയുന്ന ഏത് കളിയിലാണ്? ആൻസർ എന്ന് പറയുന്നത് 1ഉം 3ഉമാണ്. ക്രിക്കറ്റും ഹോക്കിയും ഫുട്ബോളുമാണ്. ക്രിക്കറ്റും ഹോക്കി, ഫുട്ബോൾ ആണ് 11ആയി നിശ്ചയിച്ചിട്ടുള്ള കളിക്കാരുടെ എണ്ണം. താഴെ പറയുന്ന മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതി ഉൾപ്പെടാത്തത് ഏത്? കൃതി ഉൾപ്പെടാത്തത് രാത്രിമഴയാണ്. അപ്പോൾ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ്റെ കൃതികൾ ഏതൊക്കെയാണ്? ആൻസർ എന്ന് പറയുന്നത് ബദിരവിലാപം,
ഋതുവിലാസം, കൊച്ചു സീത. താഴെ പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കാത്തത് 3 മാത്രമാണ്. ഹിലാരി ക്ലിന്റൺ ആണ് പദവി വഹിക്കാത്തത്. ഇന്ത്യയിലെ പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പ്രത്യേക സ്മാരക നാണയത്തിന്റെ മൂല്യം എത്രയാണ്? ആൻസർ 75 രൂപ. ഇന്ത്യയുടെ പഴയ പാർലമെന്റ് മന്ദിരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? സംവിധാൻ സദൻ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബെഞ്ചമിൻ നെതന്യാഹു ഏതു രാജ്യത്തെ പ്രധാനമന്ത്രിയാണ്? ആൻസർ ഇസ്രായേൽ. താഴെ പറയുന്ന ആരുടെ ജന്മദിനമാണ് ജൂൺ 12 ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്? ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് ആൻ ഫ്രാങ്കിൻ്റെ ജന്മദിനമാണ്. ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ കണ്ണിയാകാൻ സാധ്യതയുള്ളത് താഴെ പറയുന്ന ഏതാണ്? പുല്ല്. ചന്ദ്രശങ്കര ഏത് കാർഷിക വിള സങ്കര ഇനമാണ്? ആൻസർ എന്ന് പറയുന്നത് തെങ്ങ്. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന അവയവമാണ് കരൾ. വായ്പുണ്ണ് ഏത് ജീവകത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ്? വായ്പുണ്ണ് എന്ന് പറയുന്നത് ജീവകം ബി. ശരിയായ ജോഡി ഏത് എന്നാണ് ചോദിച്ചത്? ആൻസർ ബി ആണ്, 2 മാത്രം. ദേശീയ പാർക്ക് സൈലന്റ് വാലി. ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് താഴെ പറയുന്ന ഏത് മേഖലയിലുള്ള വ്യക്തികൾക്കാണ് നൽകുന്നത്? ആൻസർ എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞർ. ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെ ആദരിക്കുന്നതിന് ഏർപ്പെടുത്തിയ പുതിയ അവാർഡ് ഏതാണ്? ആൻസർ രാഷ്ട്രീയ വിജ്ഞാൻ പുരസ്കാർ. താഴെ പറയുന്ന ആസിഡിൻ്റെ പൊതുസ്വഭാവങ്ങൾ. ആസിഡിൻ്റെ പൊതുസ്വഭാവങ്ങളാണ് 1ഉം 4ഉമാണ്. നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു. pH മൂല്യം 7ൽ കുറവാണ്. 2 സമതല ദർപ്പണം. ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. 2 സമതല ദർപ്പണങ്ങൾ 60 ഡിഗ്രി കോണളവിൽ വെച്ചാൽ അവയ്ക്കിടയിലുണ്ടാകുന്ന പ്രതിബിംബങ്ങളുടെ എണ്ണം എത്രയാണ്? ആൻസർ എന്ന് പറയുന്നത് ആൻസർ 5 ആണ്. താഴെ പറയുന്ന സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏതാണ്? ആസാമാണ്. ദോലന ചലനത്തിൽ പെടാത്തത് ഏതെല്ലാമാണ്? ദോലന ചലനത്തിൽ പെടാത്തത് 2ഉം 4ഉമാണ്. ഫാനിലെ ദളങ്ങളുടെ ചലനം, സൈക്കിളിൻ്റെ ചക്രങ്ങളുടെ ചലനം. ഹൈഡ്രജൻ എന്ന മൂലകം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? ഹെൻറി കാവൻഡിഷ്. ചന്ദ്രനെ അവസാനമായി കാലുകുത്തിയ ആളാണ് യൂജിൻ സെർനൻ എന്ന് പറയുന്നത്. ലോക ജലദിനം എന്നാണ് മാർച്ച് 22. ജലദോഷം ഉണ്ടാകുന്ന രോഗകാരിയാണ് വൈറസ്. ഏതിനം കൊതുകുകളാണ് ഡെങ്കിപ്പനി രോഗം പരത്തുന്നതാണ് ഏഡിസ്. എയ്ഡ്സ് രോഗത്തിന് കാരണമാകുന്ന വൈറസാണ് HIV. നമ്മുടെ ശരീരത്തിൽ അഭിലഷണീയമായി രക്തസമ്മർദ്ദ നിരക്ക് 120/80 mmHg ആണ്. മനുഷ്യനിലെ അസ്ഥിവ്യവസ്ഥയിൽ എത്ര അസ്ഥികളാണ് കാണപ്പെടുന്നത്? ആൻസർ 206. പല്ലുകൾക്ക് വെളുപ്പ് നിറം നൽകുന്ന ഘടകമാണ്? ആൻസർ പൾപ്പ്. ഒരു മുതിർന്ന മനുഷ്യൻ്റെ ഹൃദയം 1 മിനിറ്റിൽ ശരാശരി എത്ര തവണ സ്പന്ദിക്കും? ആൻസർ എന്ന് പറയുന്നത് 72. പുകയില ഉപയോഗം കൊണ്ട് ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെടുകയും ശ്വസനപ്രതല വിസ്തീർണം കുറയുകയും ചെയ്യുന്ന രോഗമാണ്? ആൻസർ എന്ന് പറയുന്നത് ബ്രോങ്കൈറ്റിസ്. ജീവിതശൈലി രോഗത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ്? ടൈഫോയിഡ് ആണ്. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിക്ക് നൽകിയ പേര് എന്താണ്? മൃതസഞ്ജീവനി. ഇരവികുളം ദേശീയോദ്യാനത്തെ പ്രധാനമായും സംരക്ഷിക്കപ്പെടുന്ന ഏത് ജീവിയാണ്? വരയാട്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായി കൃഷി ചെയ്യുന്ന രീതി ആണ് എന്ത് എന്ന് പറയുന്നത്? ഹോർട്ടിക്കൾച്ചർ. പവിത്ര, അന്നപൂർണ, ഹ്രസ്വ എന്നിവ മികച്ച വിളവ് നൽകുന്ന ഏത് വിത്തിനങ്ങൾ ആണ് എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? നെല്ല് ആണ്. ജീവൻ രക്ഷാ മരുന്നുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ വില പൊതുവിപണിയെ നിയന്ത്രിച്ചു നിർത്തി പാവപ്പെട്ട രോഗികൾക്ക് വളരെ വില കുറച്ച് മരുന്നുകൾ ലഭ്യമാക്കാനായി കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കീഴിൽ ആരംഭിച്ച സംവിധാനമാണ് ഏത് എന്ന് പറയുന്നത്? കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസി.